തിരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി. കേരളം മഷിയിൽ വിധി എഴുതാൻ ഇനി അധികം നാളുകളില്ല. കേരളത്തിലെ ഏറ്റവും ആധികാരികമായ ഒരു സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മനോരമ ന്യൂസ് വോട്ടർ മെഗാ ഇലക്ഷൻ സർവേയുടെ ഏറ്റവും പുതിയ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ സംസ്ഥാന ഭരണത്തിന്റെ ഗതി മാറ്റുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വടക്കൻ കേരളവും മധ്യ കേരളവും UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന പ്രവചനമാണ് സർവേ നൽകുന്നത്. ഇതുവരെ 10 ജില്ലകളിലെ ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 10 ജില്ലകളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് അതിശക്തമായി നിലനിൽക്കുന്നുവെന്നാണ് കാണാൻ കഴിയുന്നത്. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിലും മധ്യ കേരളത്തിലെ 53 സീറ്റുകളിലും UDF വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ആദ്യം നമുക്ക് വടക്കൻ കേരളത്തിലെ കണക്കുകളിലേക്കൊന്ന് കണ്ണോടിക്കാം. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ UDF വലിയ ആധിപത്യം ഉറപ്പിക്കുകയാണ്. 48 മണ്ഡലങ്ങളുള്ള വടക്കൻ കേരളത്തിൽ UDFന് 25 മുതൽ 34 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ LDFന് ഇവിടെ കനത്ത തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. വടക്കൻ കേരളത്തിൽ മാത്രം ഇടതുമുന്നണിക്ക് ഏകദേശം 4 മുതൽ 13 വരെ സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം എന്നാണ് പ്രവചനം. അതേസമയം LDFന് 14 മുതൽ 23 സീറ്റുകൾ വരെ വടക്കൻ കേരളത്തിൽ ലഭിക്കുമെന്നും പറയപ്പെടുന്നു. വടക്കൻ കേരളത്തിൽ പകരം വെക്കാനില്ലാത്ത കരുത്ത് തെളിയിച്ച് UDF ആധിപത്യം ഉറപ്പിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ അടിവരയിട്ട് പറയുന്നത്. ഓരോ ജില്ലയും എടുത്തു പരിശോധിച്ചാൽ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും. കാസർഗോഡ് ജില്ലയിൽ LDFന് നേരിയ മേൽക്കൈയുണ്ടെങ്കിലും UDF 39% വോട്ട് വിഹിതവുമായി കനത്ത പോരാട്ടം കാഴ്ചവെക്കുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാസർഗോഡ് കാണാൻ കഴിയുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ 2 മുതൽ 4 സീറ്റുകൾ വരെ LDFനും 1 മുതൽ 3 സീറ്റുകൾ വരെ UDFനും ലഭിച്ചേക്കാം. NDAക്ക് 0 മുതൽ 1 സീറ്റ് വരെ ഇവിടെ ലഭിക്കാനുള്ള സാധ്യതയും സർവേ തള്ളിക്കളയുന്നില്ല. എന്നാൽ കണ്ണൂരിലേക്ക് വരുമ്പോൾ ചിത്രം മാറുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ LDF തങ്ങളുടെ ആധിപത്യം നിലനിർത്തും. 6 മുതൽ 8 സീറ്റുകൾ വരെ ഇടതുമുന്നണി ഇവിടെ നേടിയേക്കാം. എന്നാൽ വയനാട്ടിലേക്ക് വരുമ്പോൾ ചിത്രം വീണ്ടും മാറിമറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വയനാട്ടിൽ UDF തരംഗം തന്നെയാണ് ആഞ്ഞടിക്കുന്നത്. 45% വോട്ട് വിഹിതത്തോടെ വയനാട്ടിലെ 3 സീറ്റുകളിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ UDF സ്വന്തമാക്കും. ഇവിടെ LDF 1 സീറ്റിൽ ഒതുങ്ങാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വോട്ട് വിഹിതത്തിൽ UDF 40%വുമായി മുന്നിലെത്തുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ LDFന് നേരിയ മുൻതൂക്കം ലഭിച്ചേക്കാം. LDFന് 6 മുതൽ 8 സീറ്റുകൾ വരെയും UDFന് 5 മുതൽ 7 സീറ്റുകൾ വരെയും ലഭിക്കാനാണ് സാധ്യത. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ടെന്ന് സർവേ പറയുന്നു. അതുപോലെ ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് കടുത്ത മത്സരം നേരിടുന്നുണ്ടെങ്കിലും നേരിയ മുൻതൂക്കം റിയാസിന് തന്നെയുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. എന്നാൽ മലപ്പുറം ജില്ല UDFന്റെ സമ്പൂർണ്ണ തേരോട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 49% വോട്ട് വിഹിതത്തോടെ ജില്ലയിലെ 16 സീറ്റുകളിൽ 14 മുതൽ 16 സീറ്റുകൾ വരെ UDF തൂത്തുവാരാൻ സാധ്യതയുണ്ട്. ഇവിടെ LDF 0 മുതൽ 2 സീറ്റിലേക്ക് ചുരുങ്ങിയേക്കാം. തവനൂരിൽ KT ജലീലിനെതിരെ VS ജോയിയും താനൂരിൽ PK നവാസുമാണ് വിജയപ്രതീക്ഷയ്ക്ക് പൊൻതൂവൽ നൽകുന്നത്. ഇനി നമുക്ക് മധ്യകേരളത്തിലെ 53 സീറ്റുകളിലെ പ്രവചനം നോക്കാം. പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ UDF തരംഗം മാത്രമാണ് പ്രകടമാകുന്നത്. പ്രസ്തുത ജില്ലകളിൽ UDFന് 29 മുതൽ 33 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന് സർവേ പറയുന്നു. LDFന് 20 മുതൽ 24 സീറ്റുകൾ വരെയാണ് പ്രവചനം. ഈ മേഖലയിൽ മാത്രം ഇടതുമുന്നണിക്ക് 12 മുതൽ 16 വരെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം UDF 12 മുതൽ 21 സീറ്റുകൾ വരെ അധികമായി നേടിയേക്കാമെന്നും സർവേ പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും LDFന് തന്നെയാണ് മേൽക്കൈ. 12 മണ്ഡലങ്ങളിൽ 8 മുതൽ 10 സീറ്റുകൾ വരെ LDFന് ലഭിക്കാം. തൃശൂരിലും LDF 9 മുതൽ 11 സീറ്റുകൾ വരെ നേടി കരുത്ത് കാട്ടും. എന്നാൽ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ UDFന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 14 മണ്ഡലങ്ങളിൽ 12 മുതൽ 14 സീറ്റുകൾ വരെ UDF തൂത്തുവാരും. ഇവിടെ LDF പരമാവധി 2 സീറ്റിൽ ഒതുങ്ങാനുള്ള സാധ്യതയാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടുക്കിയിലും കോട്ടയത്തും UDF വെച്ച് പുലർത്തുന്ന ആത്മവിശ്വാസം തെല്ലും തകരാതെ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇടുക്കിയിലെ 5 സീറ്റുകളിൽ 2 മുതൽ 5 സീറ്റുകൾ വരെ UDF നേടിയേക്കാം. കോട്ടയത്ത് 9 സീറ്റുകളിൽ 7 മുതൽ 9 വരെ സീറ്റുകൾ UDF സ്വന്തമാക്കാനാണ് സാധ്യത. LDFന് ഇവിടെ പരമാവധി 2 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. NDA സംബന്ധിച്ചിടത്തോളം മധ്യകേരളത്തിൽ വലിയ പ്രതീക്ഷകൾക്കൊന്നും വകയില്ലെന്നും കണക്കുകൾ പറയുന്നുണ്ട്. 1 സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയസാധ്യത കൽപ്പിക്കുന്നത്. ചുരുക്കത്തിൽ വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമായി ആകെ പുറത്തു വന്ന 101 സീറ്റുകളുടെ ഫലം പരിശോധിച്ചാൽ UDF 57 മുതൽ 65 സീറ്റുകൾ വരെ നേടുമെന്ന് വോട്ടർ സർവേ ഉറപ്പിച്ചു പറയുന്നു. LDFന് 36 മുതൽ 44 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. ഇടതുമുന്നണിക്ക് മൊത്തത്തിൽ 20 മുതൽ 24 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം. അതേസമയം UDF 2021 അപേക്ഷിച്ച് 20 മുതൽ 28 സീറ്റുകൾ വരെ അധികമായി നേടിയേക്കാം. NDAക്ക് ആകെ 2 സീറ്റുകൾ വരെയാണ് സർവേ പ്രവചിക്കുന്നത്. ഭരണ തുടർച്ചയെന്ന LDFന്റെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ടാണ് UDF ഇത്തവണ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നതെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഒട്ടുമിക്ക സർവേകളും UDFന് തന്നെയാണ് മേൽക്കൈ പ്രവചിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് എത്ര ആണയിട്ട് പറഞ്ഞാലും ജനങ്ങൾ വിധിയെഴുതുന്നത് മറ്റൊന്നാണ്.